പത്തനംതിട്ടയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് അനിൽ ആന്റണിക്ക് ദോഷകരമാകില്ലെന്ന എൻ.ഡി.എ നേതൃത്വം. യു.ഡി.എഫിലും എൽ.ഡി.എഫിലും വിശ്വാസമില്ലാത്തവർ വോട്ട് ചെയ്യാതിരുന്നതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. അനിൽ ആന്റണിക്ക് വിജയം ഉറപ്പെന്നാണ് ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് വി.എസ്. സൂരജ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയത്. പത്തനംതിട്ടയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇടതു വലതു മുന്നണികളെയായിരിക്കും ദോഷകരമായി ബാധിക്കുകയെന്ന് ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് വി.എസ്. സൂരജ് വ്യക്തമാക്കി. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അനിൽ ആന്റണി നേടുമെന്നും എൻ.ഡി.എ നേതൃത്വം വിലയിരുത്തുന്നു. മറ്റുള്ള ഇരു മുന്നണികളിലും മനമെടുത്ത ജനങ്ങളാണ് വോട്ട് ചെയ്യാൻ പോകാതിരുന്നത്. എൻ.ഡി.എയുടെ വോട്ടുകൾ എൻ.ഡി.എക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം വോട്ടുകൾ എൻ.ഡി.എക്ക് അനുകൂലമായിട്ട് ലഭിച്ചിട്ടുണ്ട്. നിഷ്പക്ഷ വോട്ടുകൾ, യുവ വോട്ടർമാരുടെ വോട്ടുകൾ എല്ലാം എൻ.ഡി.എക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും അനുകൂലമായിട്ടാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിൽ പരസ്പര ധാരണയുണ്ടായിരുന്നു. താൻ ചെയ്ത വോട്ട് താമരയ്ക്ക് പോയി എന്ന് പരാതിപ്പെട്ടത് CITU-വിന്റെ വനിതാ നേതാവാണ്. CITU വനിതാ നേതാവിന് വേണ്ടിയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വാദിച്ചതെന്നും എൻ.ഡി.എ നേതൃത്വം വിമർശിച്ചു. വോട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ CITU-വിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആള് വോട്ട് കൊടുത്തത് ആന്റോ ആന്റണിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇവർ ഇരു മുന്നണികളും തമ്മിലുള്ള ആവശ്യത്തെ കൂട്ടുകെട്ടാണ് ഇവിടെ വെളിവാകുന്നത്. അല്ലെങ്കിൽ CITU-വിന്റെ നേതാവ് എന്തിനാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നത്? പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അനിൽ ആന്റണി ലീഡ് ചെയ്യുമെന്നാണ് എൻ.ഡി.എ നേതൃത്വം വ്യക്തമാക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗ വോട്ടുകൾ എൻ.ഡി.എക്ക് അനുകൂലമായിരുന്നുവെന്നും എൻ.ഡി.എ നേതൃത്വം അവകാശപ്പെട്ടു. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.